ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കറണ്ട് പോയത് അല്ലേ? നമ്മൾ ഏതൊരു എത്തി പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോജിസ്റ്റിക്സ് വരെ എത്തിയപ്പോഴാണ് നമുക്ക് കറണ്ട് പോയത്. അപ്പൊ നമ്മൾ ഇന്ന് അതിന്റെ ബാലൻസ് ആണ് പഠിക്കുന്നത്. ടൈപ്പ് ഓഫ് ലോജിസ്റ്റിക്സ് എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞത്? ഒന്ന്, പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ്. എന്താണ് പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ്? പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ എവിടെ നിന്നൊക്കെ പ്രൊക്യൂർ ചെയ്യാം. അപ്പൊ റോ മെറ്റീരിയൽ എവിടെ നിന്നൊക്കെ പ്രൊക്യൂർ ചെയ്യണം എന്ന് നമുക്ക് എങ്ങനെ എങ്ങനെ അറിയാനായിട്ട് പറ്റും? മാർക്കറ്റ് റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യണം. പർച്ചേസ് ഡിസിഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ്? മാർക്കറ്റ് റിസർച്ച് നടത്തുക. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? കസ്റ്റമറിനെ സെലക്ട് ചെയ്യുക, കസ്റ്റമറിനല്ല സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വരുന്ന ലോജിസ്റ്റിക്സ് ആണ് പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ്. ഇനി അടുത്ത് രണ്ടാമത് വരുന്നത് പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ്. എന്താണ് പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ്? പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട ലോജിസ്റ്റിക്സ്. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, ഗുഡ്സ് പ്രൊഡക്ഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ലോജിസ്റ്റിക്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രക്രിയ. ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ പ്രൊഡക്ഷൻ ടൈമില്, ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ടൈമിൽ ഒരു മൂവ്മെന്റ് ഉണ്ട്. ആ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പിന്നെ അടുത്ത് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ലോജിസ്റ്റിക്സ്. ഡിസ്ട്രിബ്യൂഷനിലാണ് എന്തൊക്കെ വരുന്നത്? ഒന്ന്, ഓർഡർ പ്രോസസ്സിംഗ്, അല്ലെ? ഓർഡർ പ്രോസസ്സിംഗ് ഡിസ്ട്രിബ്യൂഷൻ ലോജിസ്റ്റിക്സിൽ വരുന്നതാണ്. പിന്നെ വെയർ ഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് വരുന്നതല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രോഡക്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയതിനു ശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമറിന്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ് ഉണ്ട് അല്ലേ? ആ പ്രോഡക്റ്റ് നമ്മൾ വെയർ ഹൗസിൽ വെക്കുന്നു, ട്രാൻസ്പോർട്ടേഷനിൽ കയറ്റുന്നു, കൺസ്യൂമറിന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. അപ്പൊ നമ്മൾ പഠിച്ച ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ്. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുക, സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യുക, അപ്പോൾ മാർക്കറ്റ് റിസർച്ച് നടത്തുക. ഇതൊക്കെയാണ് പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ്. രണ്ടാമത്തെ എന്താണ് പറയുന്നത്? പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ്. പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. ഒരു പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സിൽ പറയുന്നത്. പിന്നെ അടുത്ത് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ലോജിസ്റ്റിക്സ്. പ്രോഡക്റ്റ് എന്ത് ചെയ്യുക, എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം എന്ന് ചിന്തിക്കുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ലോജിസ്റ്റിക്സ്. ഇനി ആഫ്റ്റർ സെയിൽ എന്ന് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം, ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം, ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു എൻഡ് കസ്റ്റമർ, ഫ്രം ഫാക്ടറി ടു എൻഡ് കസ്റ്റമർ. ഫാക്ടറിയിൽ നിന്നും ഗുഡ്സ് എൻഡ് കസ്റ്റമറിലോട്ട് പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഇല്ല. ആ കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ പറയുന്നത്, നമ്മൾ എൻഡ് കസ്റ്റമറിൽ കൊടുത്തതിന് ശേഷവും ആഫ്റ്റർ സെയിൽ നടന്നതിന് ശേഷവും അവിടെ എന്തുണ്ട്? ലോജിസ്റ്റിക്സ് ഉണ്ട്. മനസ്സിലായില്ലേ? ആഫ്റ്റർ സെയിൽ നടന്നതിന് ശേഷവും എന്താണ്? അവിടെ ലോജിസ്റ്റിക്സ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാ പറയുന്നത്? ആഫ്റ്റർ സെയിൽ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, ഇറ്റ് ഡീൽസ് വിത്ത് ദ റിവേഴ്സ് ഡെലിവറി ഡാമേജ്ഡ് പ്രോഡക്റ്റ് ഫ്രം കസ്റ്റമർ ടു ദി റീറ്റെയിലർ. കണ്ടോ? ഡാമേജ്ഡ് പ്രോഡക്റ്റ്, അത് ആഫ്റ്റർ സെയിൽ അല്ലേ? സ്പെയർ പാർട്സ്, അതും ആഫ്റ്റർ സെയിൽ അല്ലേ? സാധനം വിറ്റതിന് ശേഷവും നമുക്ക് ഒരിക്കലും കൺസ്യൂമറിനെ കൈവിടാനായിട്ട് പറ്റത്തില്ല. നമ്മൾ കൺസ്യൂമറായിട്ട് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. ആ പ്രോഡക്റ്റിന് ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സ് ഒക്കെ ഡെലിവർ ചെയ്യുക. ഇതൊക്കെ ആഫ്റ്റർ സെയിൽസ് സർവീസസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഡിസ്പോസൽ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റിമൂവ് ആൻഡ് റീസൈക്കിൾ ദ വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഓപ്പറേഷൻ ഓഫ് ബിസിനസ്. എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവ് ആൻഡ് റീസൈക്കിൾ ദ വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ്. നോക്കിയോ, പ്രോഡക്റ്റ് അല്ലെ? ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് റിമൂവ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. ഇപ്പൊ പണ്ട് നമ്മളിപ്പോ ബിയർ ബോട്ടിലൊക്കെ അറിയാമല്ലോ, ബിയർ ബോട്ടിലൊക്കെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ആക്രി കടയിലൊക്കെ കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റും. അതിനെ അവർ പൊടിച്ച് ചിപ്സ് ആക്കി പിന്നെ അടുത്തൊരു പുതിയൊരു പ്രോഡക്റ്റ് ആക്കി അല്ലെങ്കിൽ പുതിയൊരു ബോട്ടിലാക്കി മാറ്റും. അതെന്താണ്? ഡിസ്പോസൽ ലോജിസ്റ്റിക്സ് ആണ്. വേസ്റ്റ് അവരെന്ത് ചെയ്യുന്നു? വേസ്റ്റ് അവർ കളക്ട് ചെയ്തിട്ട് അവർ അടുത്തൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു. ഇനി അടുത്ത് പറയുന്നത് റിവേഴ്സ് ലോജിസ്റ്റിക്സ്. റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് നമുക്കറിയാം, ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു എൻഡ് കസ്റ്റമർ തന്നല്ലോ. റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് കസ്റ്റമറിൽ നിന്നും ഫാക്ടറിയിലോട്ട്, കസ്റ്റമറിൽ നിന്നും ഫാക്ടറിയിലോട്ട് തിരിച്ചു പോകുന്നതാണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ്. ക്ലിയർ അല്ലേ? ഇവിടെ പറയുന്നത് നോക്കിയിട്ട് റെഫേഴ്സ് ടു ദി ടൈപ്പ് ഓഫ് ലോജിസ്റ്റിക്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ റീയൂസിങ് പ്രോഡക്റ്റ് ആൻഡ് മെറ്റീരിയൽ. പ്രോഡക്റ്റ് റീയൂസ് ചെയ്യുക, മെറ്റീരിയൽ റീയൂസ് ചെയ്യുക, ഇതെല്ലാം വരുന്നതാണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പറയുന്നത്
ഗ്ലോബൽ ലോജിസ്റ്റിക്സ്. എന്താ ഗ്ലോബൽ ലോജിസ്റ്റിക്സ്? ഗ്ലോബൽ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ടൈപ്പ് ഓഫ് ലോജിസ്റ്റിക്സ് ഗവേൺ ദ ലോജിസ്റ്റിക്സ് ഫ്ലോ ഓഫ് പ്രോഡക്റ്റ് അക്രോസ് ദി കൺട്രീസ്. അതായത് രാജ്യത്തിന് പുറത്ത്, അക്രോസ് ദി കൺട്രീസ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് പുറത്ത് നടത്തുന്ന ആക്ടിവിറ്റിയാണ് ഗ്ലോബൽ ലോജിസ്റ്റിക്സ്. പിന്നെ ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്ത് തന്നെ നടത്തുന്ന ആക്ടിവിറ്റിയാണ് ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് പറ്റണം വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലോജിസ്റ്റിക്സ്. പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ് ഉണ്ട്, പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് ഉണ്ട്, ആഫ്റ്റർ സെയിൽസ് ലോജിസ്റ്റിക്സ് ഉണ്ട്, ഡിസ്പോസൽ ലോജിസ്റ്റിക്സ് ഉണ്ട്, പിന്നെന്താണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് ഉണ്ട്, ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ഉണ്ട്, ഡൊമസ്റ്റിക് ലോജിസ്റ്റിക്സ് ഉണ്ട്. എല്ലാത്തിന്റെ മീനിങ് മാത്രം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. ഇനി അടുത്ത് വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ കമ്പോണൻസ് എന്തൊക്കെയെന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഒന്ന്, ഗുഡ്സ് സ്റ്റോറേജ് ചെയ്യുക, വെയർ ഹൗസിൽ സ്റ്റോറേജ് ചെയ്യുക, മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് ഗുഡ്സ് സ്റ്റോർ ചെയ്യുക. എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? വെയർ ഹൗസിലാണ്. അവിടെ തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അതൊക്കെ ഈ ലോജിസ്റ്റിക്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഗുഡ്സ് പാക്കേജ് ചെയ്യുക, അതും നമ്മൾ പഠിക്കും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാക്കേജിംഗ് ഉണ്ട്. അപ്പൊ ആ പാക്കേജിംഗ് നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് പഠിക്കണം. പിന്നെ അടുത്ത് പറയുന്നത് ഗുഡ്സ് എന്ത് ചെയ്യുക, ഇൻവെന്ററി സ്റ്റോക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ഇൻവെന്ററി ലെവൽ ഒക്കെ നോക്കുക. ഇൻവെന്ററി ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരത്തിലുള്ള ഇൻവെന്ററി ലെവൽ ഉണ്ട്. നമ്മൾ അത് ഒരിക്കലും ഒരു ഇൻവെന്ററി ഒരു ഷോർട്ടേജ് വരാനായിട്ട് പാടില്ല. ആ ഇൻവെന്ററി ലെവലൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഡേഞ്ചർ ലെവൽ ഉണ്ട്, ആവറേജ് ലെവൽ ഉണ്ട്, അതൊക്കെ നമ്മൾ താഴോട്ട് പഠിക്കും. ഇൻവെന്ററിയിൽ നമ്മൾ എന്ത് ചെയ്യും? അത് പഠിക്കും. പിന്നെ അടുത്ത് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ. ലോജിസ്റ്റിക്സിന്റെ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ. ഒരു പ്രോഡക്റ്റ് നമുക്ക് ഫൈനൽ കൺസ്യൂമറിന്റെ കയ്യിൽ എത്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും നല്ല ട്രാൻസ്പോർട്ടേഷൻ തിരഞ്ഞെടുക്കുക. അല്ലെ? ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? നമുക്ക് പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, എയർ കാർഗോ ഉണ്ട്, ഷിപ്പിംഗ് ഉണ്ട്. നമ്മുടെ പ്രോഡക്റ്റിനും നമ്മുടെ ബഡ്ജറ്റിനും അനുയോജ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ തിരഞ്ഞെടുക്കുക. പിന്നെ ഇൻഫർമേഷൻ കൺട്രോൾ, അതൊരു ചാപ്റ്റർ തന്നെയാണ് ഇൻഫർമേഷൻ ആൻഡ്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും അടയാളപ്പെടുത്താത്തത്. ഇൻഫർമേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ IT ഇൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചാപ്റ്റർ തന്നെ ഉണ്ട്. അത് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. പിന്നെ എന്താണ്? ഓർഡർ പ്രോസസ് ചെയ്യുക, പിക്കിങ്, സോർട്ടിങ്, പാക്കേജ് ഇൻഫർമേഷൻ. അപ്പൊ ഇതൊക്കെ പിന്നെ എന്താണ്? പ്രോഡക്റ്റിന്റെ കൺസോൾട്ടേഷൻ. അപ്പൊ എന്താണ്? ഇതൊക്കെ എന്താണ്? ലോജിസ്റ്റിക്സിന്റെ ഡിഫറെന്റ് കമ്പോണൻസ് ആണ്. ഇതൊക്കെ നമ്മൾ ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കും. ഒരു മാനുഫാക്ചറിങ്, അടുത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസിന്റെ പങ്ക് എന്തൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർഡർ പ്രോസസ്സിങ്ങിലൂടെയാണ്. കണ്ടോ? ഓർഡർ ടേക്കിംഗ് അല്ലെ? ഒരു ഓർഡർ ടേക്കിംഗ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ചെന്ന് സാധനം ഓർഡർ ചെയ്യുന്നു, ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഓർഡർ ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫണ്ടമെന്റൽ ആക്ടിവിറ്റിയാണ്. ഓർഡർ ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫണ്ടമെന്റൽ ആക്ടിവിറ്റിയാണ്. രണ്ടാമത്തത് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ സപ്ലൈ, സീംലെസ് സപ്ലൈ ഓഫ് പ്രോഡക്റ്റ്. സീംലെസ് സപ്ലൈ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ കൃത്യമായിട്ടുള്ള ഇൻവെന്ററിയുടെ ഫ്ലോ ഉണ്ടായിരിക്കണം. ഇപ്പൊ റോ മെറ്റീരിയൽ ഇല്ല, പ്രൊഡക്ഷൻ നടക്കുമോ? പ്രൊഡക്ഷൻ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ റോ മെറ്റീരിയലിന്റെ ഷോർട്ടേജ് വന്നു, ആളുകൾ വന്ന് നിൽക്കുകയാണ്, എംപ്ലോയീസ് വന്ന് നിൽക്കുകയാണ്, മിഷൻ പ്രവർത്തിക്കുകയാണ്, പെട്ടെന്ന് പ്രൊഡക്ഷൻ സ്റ്റോപ്പായി. അവിടെ ഉള്ളത് മോശം ലോജിസ്റ്റിക്സ് ആണെന്ന് ഞാൻ പറയും. ഒരു നല്ല ലോജിസ്റ്റിക്സ് ആണെങ്കിൽ ഇൻവെന്ററി ലെവലൊക്കെ കൃത്യമായിട്ട് അറിയണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അവിടെ നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ ഓർഡർ ടേക്ക് ചെയ്തു, ഓർഡർ നമ്മൾ എടുത്തു. ഓർഡർ നമ്മൾ എടുത്തതിന് ശേഷം അതനുസരിച്ച് ആ ഓർഡർ അനുസരിച്ച് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻവെന്ററി നമുക്ക് വേണ്ടേ? തീർച്ചയായിട്ടും ഇൻവെന്ററി നമുക്ക് വേണം. അപ്പൊ അതാണ് ഇൻവെന്ററി. പിന്നെ അടുത്ത് പറയുന്നത് വെയർ ഹൗസ്. വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് വെയർ ഹൗസ് ഉണ്ട്, പ്രൈവറ്റ് വെയർ ഹൗസ് ഉണ്ട്, അങ്ങനെ പല പല വെയർ ഹൗസുകളുണ്ട്. ഇൻവെന്ററി ആയി പ്രൊഡക്ഷൻ നടത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വെയർ ഹൗസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഡക്റ്റ് വയ്ക്കുന്നു. വെയർ ഹൗസ് എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ആണ്. ഡീറ്റെയിലായിട്ട് പഠിക്കുക നമ്മളത്. വെയർ ഹൗസ് എന്ന് പറഞ്ഞൊരു പ്ലേസ് ആണ്. ആ വെയർ ഹൗസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഡക്റ്റ് വയ്ക്കുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ട്രാൻസ്പോർട്ടേഷൻ. ഫിസിക്കൽ മൂവ്മെന്റ്, ഗുഡ്സിന്റെ ഫിസിക്കൽ മൂവ്മെന്റ്, അതായത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ടാർഗറ്റ് കസ്റ്റമറിൽ എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ അടുത്ത് പറയുന്നതാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ എന്താണ്? പലതരത്തിലുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ട്. അത് നമ്മൾ പഠിക്കും. ഫോർക്ക് ലിഫ്റ്റ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ക്രെയിൻസ് ഉണ്ട്, പല്ലറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ്. അപ്പൊ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റിയിൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പ്രോഡക്റ്റ് നമ്മൾ ഇൻഎഫിഷ്യന്റ് ആയിട്ട് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്താൽ ഡാമേജ് ഉണ്ടാവും, ഡിലേ വരും, അല്ലേ?
പിന്നെ പിൽഫറേജ്, സ്പോയിലേജ് എക്സെട്ര അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി തന്നെ ഇല്ലാതാവും. അപ്പൊ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സിലൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ക്ലിയർ ആയിട്ട് ചെയ്യാവൂ. പിന്നെ അടുത്ത് പറയുന്നത് പാക്കേജിങ്. ഗുഡ്സ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പാക്കേജ് ചെയ്യണം. പാക്കിംഗ് ഇൻഫർമേഷൻ കൃത്യമായിട്ട് കൊടുക്കണം. അതാണ് അവിടെ പറയുന്നത്, ഡു നോട്ട് ഗെറ്റ് എഫക്റ്റഡ് ഓർ ലോസ് ദെയർ ക്വാളിറ്റി. നല്ല പാക്കേജിങ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. ഒരിക്കലും പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യാത്ത പാക്കേജിങ് കൊടുക്കാനായിട്ട് പറ്റണം. മനസ്സിലായില്ലേ? പാക്കേജിംഗ് ഒക്കെ പലതരത്തിലുണ്ട്. പിന്നെ ഇൻഫർമേഷൻ ഷെയറിംഗ്. ലോജിസ്റ്റിക്സ് ഹെൽപ്പ് ഇൻ എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ ആൻഡ് ദ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിവർ ക്വാളിറ്റി സർവീസ് ടു കസ്റ്റമർ. നമ്മളൊരു പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ കയറി ബുക്ക് ചെയ്യുമ്പം ദാ ഇങ്ങനെ ഒരു സാധനം കാണും, ഓർഡേഡ്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ആരോ വരും, ഒരു പച്ച ആരോ, എന്താണ്, ഡിസ്പാച്ച്ഡ്, അടുത്ത് ഔട്ട് ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞ് വരും. ഈ ഇൻഫർമേഷൻ എന്തിനാ ഫ്ലിപ്കാർട്ട് നമുക്ക് തരുന്നത്? ഈ ഇൻഫർമേഷൻ ഫ്ലിപ്കാർട്ട് നമുക്ക് തരണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ എങ്കിലും ഫ്ലിപ്കാർട്ട് നമുക്ക് തരും. വൈ? അതെന്താണ്? നമുക്കറിയണം, നമ്മൾ അറിയണം പ്രോഡക്റ്റ് എവിടെ എത്തി, പ്രോഡക്റ്റ് എപ്പം കൺസ്യൂമറിന്റെ കയ്യിൽ എത്തുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതാണ് ഇൻഫർമേഷൻ ഷെയറിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഇപ്പം അറിയാലോ, ഒരു ഷിപ്പിൽ നമുക്കൊരു 2000 മുതൽ 20,000 കണ്ടെയ്നർ വരെ കൊള്ളുമെന്ന് വിചാരിക്കുകയല്ല, അങ്ങനെയുള്ള ഷിപ്പുകളുണ്ട്. 24,000 കണ്ടെയ്നർ വരെ കൊള്ളുന്ന ഷിപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും കണ്ടെയ്നർ കയറ്റി ഷിപ്പ് വരുമ്പം ആ പ്രോഡക്റ്റ് എവിടെ എത്തിയെന്ന് നമ്മൾ അറിയണ്ടേ? അത് നമ്മുടെ സാധനം അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ അറിയണം. അപ്പൊ അതാണ് ഇൻഫർമേഷൻ ഷെയറിംഗ്. ഒരു നല്ല ലോജിസ്റ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ തന്റെ ക്ലയൻസിനെ അറിയിക്കണം. അതാണ് ഒരു നല്ല ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി റോൾ ഓഫ് ലോജിസ്റ്റിക്സ് ഇൻ എക്കണോമി, അല്ലെ? നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ലോജിസ്റ്റിക്സിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഉണ്ട്. ഒന്നാമത്തെ എന്താണ്? ദാ ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് എൻഷുർ ഹൈ കസ്റ്റമർ സർവീസ് ലെവൽ. കസ്റ്റമറിന് സർവീസ് ലെവൽ കൊടുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? തീർച്ചയായിട്ടും ഏതാണ്? നമ്മുടെ ലോജിസ്റ്റിക്സ് ആണ്. അപ്പൊ കസ്റ്റമറിന് നമ്മൾ സർവീസ് പിന്നെയും കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇപ്പൊ സാംസങ്, വേർപൂള്, വാൾമാർട്ട്, ഇവരെല്ലാം എന്ത് ചെയ്യുന്നു? തീർച്ചയായിട്ടും ലോജിസ്റ്റിക്സിലൂടെ വിജയിച്ചവരാണ്. വാൾമാർട്ടിന്റെ കാര്യം നമ്മൾ പഠിക്കും. ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റും പ്രോഡക്റ്റിന്റെ ഡെലിവറിയും കൃത്യമായിട്ട് നടന്നിരിക്കണം. പിന്നെന്താണ്? ലോജിസ്റ്റിക്സ് കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നു. പിന്നെന്താണ്? ഇറ്റ് ഫെസിലിറ്റേറ്റ് ടു ഹാവ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്വിഫ്റ്റ്നെസ് ടു ചേഞ്ചിങ് മാർക്കറ്റ് എൻവയോൺമെന്റ്. അല്ലെ? മാർക്കറ്റ് എൻവയോൺമെന്റിനനുസരിച്ച് ചേഞ്ച് വരുത്താൻ ലോജിസ്റ്റിക്സ് നമ്മളെ സഹായിക്കുന്നു. പിന്നെന്താണ്? ബാലൻസ് ബിറ്റ്വീൻ ദ ക്വാളിറ്റി ഓഫ് സർവീസ് ആൻഡ് ലോ കോസ്റ്റ്. പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി സർവീസിൽ കൊടുക്കാനും ലോ കോസ്റ്റിൽ കൊടുക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്മളെ ലോജിസ്റ്റിക്സ് സഹായിക്കുന്നു. മനസ്സിലായോ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നമുക്ക് നോക്കിയോ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾ എപ്പോഴും ഒരു ചാപ്റ്റർ പഠിച്ചു തീരുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് ഇതിന്റെ സമ്മറിയാണ്. ഈ സമ്മറിയൊക്കെ നിങ്ങൾ ഒന്ന് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ സമ്മറിയിലുണ്ട്. അത് നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് വായിച്ച് നോക്കണം. ആ സമ്മറി വായിക്കുമ്പം എന്ത് ചെയ്യും? കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ കീവേഡ്സ്, ഈ കീവേഡ്സ് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് എഴുതിയെടുക്കണം. കാരണം ഇതൊക്കെ ആയിരിക്കും നിങ്ങളെ ഇന്റർവ്യൂവിന് ചോദിക്കുന്നത്. എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, എന്താണ് പ്രൊക്യൂർമെന്റ് ലോജിസ്റ്റിക്സ്, എന്താണ് ആഫ്റ്റർ സെയിൽ ലോജിസ്റ്റിക്സ്, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചോദിക്കാം. അത് കീവേഡ്സ് എന്ന് പറഞ്ഞ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കേസ് സ്റ്റഡി നമ്മൾ നോക്കാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെ നോക്കിയോ, വാൾമാർട്ടിന്റെ കേസ് സ്റ്റഡിയാണ് ഇവിടെ പറയുന്നത്. ലോജിസ്റ്റിക്സ് ഈസ് വൺ ഓഫ് ദി ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് ഫോർ സക്സസ് ഓഫ് എ റീറ്റെയിൽ ഓർഗനൈസേഷൻ. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റീറ്റെയിൽ ഓർഗനൈസേഷൻ സക്സസ് ആവണമെങ്കിൽ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫണ്ടമെന്റൽ ഫാക്ടറാണ്. Nowadays, അല്ലെ? A spike in the level of competition among retailers organization has waged a price war in industry. ഇപ്പൊ നോക്കിയേ, പല റീറ്റെയിൽ കമ്പനികളും തമ്മിൽ പരസ്പരം അടിയാണ്. എങ്ങനെ? പ്രൈസ് വാർ എന്നാണ് പറയുന്നത്. പ്രൈസ് വാർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി വില കൂട്ടുമ്പോൾ മറ്റേ കമ്പനി എന്ത് ചെയ്യും? വില കുറയ്ക്കും. അപ്പം എന്താണ്? പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്.
As a result, majority of retail organization are constantly trying to reduce operational cost. അപ്പോൾ പലരും ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നോക്കുകയാണ്. കാരണം ഫീൽഡിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ ഓപ്പറേഷണൽ കോസ്റ്റ് അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നു? ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നോക്കുകയാണ്. Therefore, many retail organizations are sourcing material from different at a global source from which these material are available at a cheap rate. പല റീറ്റെയിൽ ഓർഗനൈസേഷനും മെറ്റീരിയൽ ഏറ്റവും വില കുറച്ച് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് നോക്കി അത്തരം സ്ഥലങ്ങളിൽ നിന്ന് റോ മെറ്റീരിയൽ എടുക്കാനായിട്ട് അവർ നോക്കുകയാണ്. ഫ്രം ഡിഫറെന്റ് നമ്മൾ പറഞ്ഞു. എസ്റ്റാബ്ലിഷ്ഡ് റീറ്റെയിൽ ഓർഗനൈസേഷൻ സച്ച് ആസ് വാൾമാർട്ട്, നമ്മുടെ ഹീറോയുടെ വരെയാണ് വാൾമാർട്ട്. വാൾമാർട്ട് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ ഷിപ്പ് ചെയ്യുന്നത് ഇന്ത്യ, ചൈന, ബ്രസീൽ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നാണ്. മാനേജിങ് എ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് ഈസ് ഹൈലി ഇൻട്രിക്കേറ്റഡ് ടാസ്ക്. വാൾമാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബലി ഇപ്പൊ അവർക്ക് എന്താണ്, അവരുടെ രാജ്യത്ത് മാത്രമല്ല, ഇന്ത്യ, ചൈന, ബ്രസീൽ ഇവിടെയൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോ ഇത്രയും വലിയ സ്ഥലങ്ങളിൽ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി നടത്തുക എന്ന് പറയുന്നത് വാൾമാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. It involving managing thousands of suppliers from wide geographical locations along with the managing of logistics network, warehouses, storage facilities, transport system. അതായത് എന്താണ്, വാൾമാർട്ടിനെ പോലെ വലിയൊരു റീറ്റെയിൽ കമ്പനിക്ക് അല്ലെങ്കിൽ വാൾമാർട്ടിനെ പോലെ വലിയൊരു റീറ്റെയിൽ പ്ലാറ്റ്ഫോമിന് തീർച്ചയായിട്ടും തൗസൻഡ്സ് ഓഫ് സപ്ലൈസ് ആണ്, ആയിരക്കണക്കിന് സപ്ലൈസ് ആണ്. ഈ ആയിരക്കണക്കിന് സപ്ലൈസ് എന്ന് പറഞ്ഞാൽ വൈഡ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലായിരിക്കും, പല പല ലൊക്കേഷനിലായിരിക്കും, അല്ലേ? അപ്പൊ അവർക്ക് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി നെറ്റ്വർക്ക് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് അതിൻ്റെയോടൊപ്പം തന്നെ വെയർ ഹൗസ് ഒക്കെ ഉണ്ടായിരിക്കണം പല സ്ഥലങ്ങളിലും, സ്റ്റോറേജ് ഫെസിലിറ്റി വേണം, ട്രാൻസ്പോർട്ട് സിസ്റ്റം അതെല്ലാം വേണം. ഫോർ എക്സാമ്പിൾ എ റീറ്റെയിൽ ഓർഗനൈസേഷൻ ലൈക്ക് വാൾമാർട്ട്, പക്ഷെ വാൾമാർട്ട് അങ്ങനെ ആയിരുന്നില്ല. വാൾമാർട്ടിന് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എബൌട്ട് 3000 ലോങ് ഹോൾ ട്രക്ക്, 3000ഓളം ലോങ് ഹോൾ ട്രക്ക് വാൾമാർട്ടിനുണ്ട്. പിന്നെന്താണ്, 12,000 ട്രെയിലേഴ്സ്. ട്രെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ നീളം കൂടിയ വെഹിക്കിളിനാണ് നമ്മൾ പറയുന്നത്. കണ്ടെയ്നർ കൊണ്ടുപോകാൻ പറ്റുന്ന നീളം കൂടിയ വെഹിക്കിളാണ് ട്രെയിലേഴ്സ് ഫോർ ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽ. അപ്പൊ നോക്കിയേ, വാൾമാർട്ട് എത്ര വലിയ കമ്പനിയാണെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഓൺ ദി അതർ ഹാൻഡ്, വാൾമാർട്ട് കോമ്പറ്റീറ്റേഴ്സ് ഡിപ്പെൻഡ് ഓൺ ഔട്ട്സോഴ്സിംഗ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽ. നിങ്ങൾ നോക്കിയേ, വാൾമാർട്ടിന്റെ കോമ്പറ്റീറ്റേഴ്സ് വരെ വാൾമാർട്ടിന്റെ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എടുക്കുന്നത്, ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. വാൾമാർട്ട് എഫിഷ്യന്റ്ലി യൂട്ടിലൈസ് ഇൻഫർമേഷൻ ടെക്നോളജി. നമ്മൾ ലോജിസ്റ്റിക്സിൽ പഠിച്ച എല്ലാ സാധനങ്ങളും ദാ ഇവിടെ വരെയാണ്. വാൾമാർട്ട് ഇൻഫർമേഷൻ ടെക്നോളജി എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, വാൾമാർട്ടിന്റെ എഫക്റ്റീവ്നെസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, എ ഹൈലി എഫക്റ്റീവ് ലോജിസ്റ്റിക്കൽ സിസ്റ്റം ഓഫ് വാൾമാർട്ട് വാസ് എനേബിൾഡ് ടു ഇറ്റ് സോഴ്സ് മെറ്റീരിയൽ ഗ്ലോബലി. അല്ലേ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ലോജിസ്റ്റിക് സിസ്റ്റം വച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്ലോബലി അവർക്ക് എന്ത് ചെയ്യുന്നു, റോ മെറ്റീരിയൽ ഒക്കെ സോഴ്സ് ചെയ്യാനായിട്ട് പറ്റി. ഇറ്റ് ഹാസ് ഹെൽപ്ഡ് വാൾമാർട്ട് ടു കീപ് ഓപ്പറേഷണൽ കോസ്റ്റ് ലോ ആൻഡ് ഡെലിവർ ഇറ്റ്സ് പ്രോമിസ് ഓഫ് മേക്കിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് അവൈലബിൾ അറ്റ് ലോ പ്രൈസ്. ഓക്കെ, ആ വാൾമാർട്ടിനെ എന്ത് ചെയ്യാനായിട്ട് കഴിഞ്ഞു, ടു കീപ്പ് ഓപ്പറേഷണൽ കോസ്റ്റ് ലോ, ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കാനും, പിന്നെ അടുത്ത് എന്താ പറയുന്നത്, അതിന് ഡെലിവർ ഇറ്റ് പ്രോമിസ് മേക്കിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് അവൈലബിൾ അറ്റ് ലോവർ പ്രൈസ്, ലോവർ പ്രൈസിൽ ഫിനിഷ്ഡ് ഗുഡ്സ് കൊടുക്കാനും ആർക്ക് പറ്റി, വാൾമാർട്ടിന് പറ്റി. ഈ കേസ് സ്റ്റഡിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഹാസ് ലോജിസ്റ്റിക്സ് ഹെൽപ്ഡ് വാൾമാർട്ട്? വാൾമാർട്ടിന് ലോജിസ്റ്റിക്സ് എങ്ങനെ ഹെൽപ്പ് ചെയ്തത് നോക്കിക്കോ. വാൾമാർട്ടിന് എഫക്റ്റീവ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പറേഷണൽ കോസ്റ്റ് കുറച്ചു. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റ് കുറഞ്ഞ ചെലവിൽ കൊടുക്കാൻ വാൾമാർട്ടിന് പറ്റി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഇൻ ലോജിസ്റ്റിക്സ് അച്ചീവിംഗ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് വാൾമാർട്ട് അച്ചീവ് ചെയ്തത്? ഫിനിഷ്ഡ് ഗുഡ്സ് ലോ പ്രൈസിൽ കൊടുക്കാൻ വാൾമാർട്ടിന് കഴിഞ്ഞു, അറ്റ് റൈറ്റ് ടൈമിൽ കൊടുത്തു. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് പ്രൈസ് വാർ എമംഗ് റീറ്റെയിൽ ഓർഗനൈസേഷൻ? റീറ്റെയിൽ ഓർഗനൈസേഷൻ തമ്മിൽ ഒരു പ്രൈസ് വാർ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? കാരണം ഹൈ കോമ്പറ്റീഷൻ ആയിരുന്നു, അല്ലെ? ഹൈ ലെവൽ കോമ്പറ്റീഷൻ കാരണമാണ് എന്ത് ചെയ്തത്, അവിടെ ഒരു റീറ്റെയിൽ ഓർഗനൈസേഷൻ തമ്മിൽ ഹൈ കോമ്പറ്റീഷൻ ഉണ്ടായത്. വേർ ഡസ് വാൾമാർട്ട് പ്രൊക്യൂർ ഇറ്റ്സ് മെറ്റീരിയൽ ഫ്രം? വാൾമാർട്ട് എവിടെ നിന്നൊക്കെയാണ് മെറ്റീരിയൽ എടുത്തത്? ഒന്ന് ഇന്ത്യ, ചൈന, ബ്രസീൽ, ഇത്ര രാജ്യങ്ങളിൽ നിന്നാണ് ചീപ്പ് റേറ്റിനാണ് എടുത്തത്. വാൾമാർട്ടിന്റെ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഫംഗ്ഷൻ ഇത്ര എഫിഷ്യന്റ് ആവാൻ കാരണം വാൾമാർട്ടിന് 3000ഓളം ലോങ് ഹോൾ ട്രക്സും 2000 ട്രെയിലേഴ്സും ഉണ്ടായിരുന്നു. നേരത്തെ 12,000, അപ്പൊ അത് തെറ്റാണ്, 2000 ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റിക്ക് ശക്തി പകർന്നത് വാൾമാർട്ടിനെ സംബന്ധിച്ചിടത്തോളം.
അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. നേരത്തെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതും ഇപ്പൊ ഡിസ്കസ് ചെയ്തതും നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഈ വാൾമാർട്ടിന്റെ കേസ് സ്റ്റഡി വെച്ച് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. ഇവിടെ നോക്കിയേ, വാൾമാർട്ടിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വാൾമാർട്ട് നിങ്ങൾ വിട്ടേ, ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതാണ് ഇവിടെ വാൾമാർട്ട് നമ്മൾ കാണിച്ചത്. ഒരു കമ്പനി ലോജിസ്റ്റിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ആ കമ്പനിക്ക് വളരെ ചീപ്പ് റേറ്റിന്, വാൾമാർട്ട് കൊടുത്തതുപോലെ ചീപ്പ് റേറ്റിന് പ്രോഡക്റ്റ് കസ്റ്റമറിന് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ആ കേസ് സ്റ്റഡി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.